നമ്മളോടൊപ്പം ഇപ്പോൾ പ്രതികരിക്കുന്നതിനായി വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ ജോസൂട്ടി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, നിലവിലെ സാഹചര്യം അതീവ രൂക്ഷമാണ്. പശ്ചിമേഷ്യ ആളിക്കത്തുകയാണ്. നിലവിൽ ഇറാൻ ഒരൽപ്പം പോലും അയയുന്ന മട്ടില്ല, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ല. അതിനു പകരം ഖമൈനിക്ക് പകരമായി താൽക്കാലിക പിൻഗാമിയായ അയത്തുള്ള അറാഫിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനും പുതിയ തലവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതോടൊപ്പമാണ് ഇപ്പോഴും UAE കേന്ദ്രീകരിച്ച് പല സ്ഫോടനങ്ങളും ഉണ്ടാകുന്നുണ്ട്, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇറാൻ എന്തിനുള്ള പുറപ്പാടിലേക്കാണ് പോകുന്നത്? ശ്രീ ജോസൂട്ടി. തീർച്ചയായും പശ്ചിമേഷ്യ ഈ സൂചിപ്പിച്ചതുപോലെ ആൾ കത്തുകയാണ്. ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് പോലെ ഖമേനി വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭരണഘടനയിൽ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ആരാണ് അടുത്ത നേതാവായിരിക്കേണ്ടത്. അതിൻ പ്രകാരം ഒരു 3 അംഗ സമിതി പുതിയ ഭരണം ഏറ്റെടുക്കുകയും അവര് ഒരു പുതിയ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം മുതിർന്ന പുരോഹിതനും അതുപോലെ തന്നെ ഗാർഡിയൻ കൌൺസിൽ അംഗവുമായിട്ടുള്ള അലി റീസ അറാഫിയാണ് താൽക്കാലിക നേതാവായി നിയമിച്ചിരിക്കുന്നത്. ഇനി അവരുടെ പുതിയ സമിതി, ഈ 88 അംഗ സമിതി മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ ഇദ്ദേഹമായിരിക്കും തുടരുക. അപ്പൊ അതുകൊണ്ട് ഖമേനിയെ നീക്കിയത് കൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം മാറി അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത് പോലെ വേറൊരു ഭരണം മാറി ഒരു പ്രോ അമേരിക്കൻ, പ്രോ ഇസ്രായേൽ സർക്കാർ നിലവിൽ വരുമെന്ന് നമുക്ക് കരുതുവാൻ നിലവിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. പക്ഷേ എന്നുകണ്ട് ഈ ഇറാൻ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു അഭിപ്രായമോ വിവരമോ നമ്മളിപ്പോൾ പറയുക എളുപ്പമല്ല. ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇറാൻ പശ്ചിമേഷ്യയിലെ മിക്കവാറും രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റ് ചില ജനവാസ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇസ്രായേലിൽ ഉൾപ്പെടെ അക്രമങ്ങൾ നടത്തുന്നുണ്ട്. ചില കപ്പലുകളിൽ അക്രമങ്ങൾ നടത്തുന്നുണ്ട്, തുറമുഖങ്ങളിൽ അക്രമം നടത്തുന്നുണ്ട്. അതായത് ഖമേനി കൊല്ലപ്പെട്ടെങ്കിലും ഇറാന്റെ ചില ആയുധശേഷി നിലനിൽക്കുന്നത് കൊണ്ട് പ്രധാനമായും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള അക്രമങ്ങളാണ് ഇറാന് നടത്തുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഇറാൻ കീഴടങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇറാന് പരിമിതികളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ അയൽപക്ക രാജ്യങ്ങളെ ആക്രമിച്ച് അവരിലൂടെ അമേരിക്കയും ഇസ്രായേലിനെയും വൻ രീതിയിലുള്ള അക്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഭരണമാറ്റത്തിലേക്കുള്ള ചുവടുവെപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ ഇറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊരു ഒറ്റ കൈ എന്നുള്ള രീതിയിലായിരിക്കാം ഇറാൻ ഈ ഘട്ടത്തിൽ അയൽപക്ക രാജ്യങ്ങളിൽ അക്രമം നടത്തുന്നത്. അമേരിക്ക ആക്രമിക്കുക ഇറാന് പ്രായോഗികമല്ല. അതുപോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അവരുടെ മിക്കവാറുമുള്ള സംവിധാനങ്ങളെല്ലാം മിസൈലിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്ക രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അയൽപക്ക രാജ്യങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇറാൻ ഏറ്റവും അധികം സമ്മർദ്ദം പ്രയോഗിക്കാൻ കഴിയുന്ന ഈ രാജ്യങ്ങളിലെ അക്രമങ്ങളിലൂടെ ആയിരിക്കും. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ, ഈവൻ അമേരിക്കക്കാർ ഉൾപ്പെടെ താമസിക്കുന്ന അബുദാബി, ദുബൈയിലെ മറ്റുമൊക്കെ സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഡ്രോൺ അറ്റാക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം പശ്ചിമേഷ്യയില് അമേരിക്കയ്ക്ക് സംരക്ഷിച്ച് നിർത്തുവാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കാൻ പറ്റാത്ത മേഖലകളിൽ അക്രമം നടത്തിയായിരിക്കാം ഇറാൻ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ അക്രമത്തെ നേരിടുക. അതുതന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മളേവരെയും ആശങ്കപ്പെടുന്നത്. കാരണം ഇന്ത്യയിലെ ഒട്ടനവധി ആൾക്കാർ അവിടെയാണ് താമസിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. മരണങ്ങളോ ഒന്നും വലിയ കാര്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആശങ്കകളും വ്യോമപാന പാത അടച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മളെ വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സംഘർഷം എത്ര കണ്ട് മൂർച്ഛിച്ച് നിൽക്കും, എത്രമാത്രം പ്രതിരോധിക്കുവാനും എത്രമാത്രം ആയുധശേഖരം ഇറാന്റെ കൈവശം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ചിത്രങ്ങളില്ല. എന്റെ മറ്റൊരു വിലയിരുത്തൽ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാവുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് എന്തുമാത്രം ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഒരു ഐഡിയ ഉണ്ടാകുമല്ലോ. അതിന്റെ വെളിച്ചത്തിലും കൂടി ആയിരിക്കുമല്ലോ അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ഇങ്ങനെയും അനുമാനിക്കാവുന്നതാണ്. കാരണം ഇറാന് വലിയ രീതിയിൽ പ്രതിരോധിക്കുവാനോ അയൽപക്ക രാജ്യങ്ങളിൽ അക്രമം നടത്തുവാനോ ശേഷി വരും ദിവസങ്ങളിൽ കുറയുവാനാണ് സാധ്യത. പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇറാന് നല്ല ടെക്നോളജി ഉണ്ട്. ഇപ്പൊ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന അക്രമങ്ങളെ അങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നത് എളുപ്പമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളും പാലിക്കേണ്ട ബാധ്യത ഉണ്ടാകുന്നില്ല. എല്ലാം തകർന്നു തരിപ്പണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ആക്രമണത്തിനും, അത് ജനവാസ മേഖലയിലാണെങ്കിലും അയൽപക്ക രാജ്യങ്ങളിലാണെങ്കിലും അവരതിന് തയ്യാറാവും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ജോസൂട്ടി, അല്പസമയം കൂടി ഞങ്ങളോടൊപ്പം തുടരുക. നമുക്ക്
UAE-യിലെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ അബുദാബി എത്തിഹാദ് ടവേഴ്സിന് സമീപം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള ശ്രമം UAE പ്രതിരോധ സേന തകർത്തതായി ആണ് വിവരങ്ങൾ വരുന്നത്. സംഭവത്തിൽ ഒരു സ്ത്രീക്കും കുട്ടിക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടത്തിന് ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങളും സംഭവിച്ചു. സ്ഥിതിഗതികൾ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും സുരക്ഷാ ഏജൻസികൾ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സാന്ദ്ര എ ഷാജി ചേരുകയാണ്. സാന്ദ്ര, വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഗൾഫ് മേഖലകളിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇറാൻ വലിയ ആക്രമണം നടത്തുന്നുണ്ട്, ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചിട്ടുമൊക്കെയാണ്. പക്ഷേ അബുദാബി ഇത്തിഹാദ് ടവേഴ്സിന് സമീപം ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം UAE പ്രതിരോധ സേന തകർത്തു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. അതോടൊപ്പം അയൽ രാജ്യങ്ങളുമായി ഇത്തരത്തിൽ യുദ്ധത്തിലേർപ്പെടരുത്, വിവേകപൂർണ്ണം പെരുമാറൂ എന്നുള്ളത് UAE ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനോട്. നിലവിലെ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം സാന്ദ്ര? രോഹിണി, ഇസ്ലാമിക ഭീകരത തകർക്കാൻ ായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടങ്ങിയത് തന്നെ. ഇറാൻ അത് യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ GCC രാഷ്ട്രങ്ങളിലടക്കം ഇറാൻ ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ GCC രാഷ്ട്രങ്ങൾക്ക് മേൽ ഉപരോധവും യുദ്ധത്തിന്റെ സാധ്യതകൾ നിലനിർത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അബുദാബിയിലെ എത്തിഹാദ് ടവേഴ്സിലേക്ക് ഒരു ഡ്രോൺ ആക്രമണത്തിന് ഇറാൻ മുതിരുന്നത്. എന്നാൽ UAEക്ക് കൃത്യമായ ആക്രമണത്തെ തകർക്കാൻ സാധിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവശിഷ്ടങ്ങൾ തെറിക്കുകയും ആ അവശിഷ്ടങ്ങൾ ആണ് അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീക്കും ഒരു കുട്ടിക്കും ജീവൻ നഷ്ടമായ എന്ന തരത്തിലും വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അബുദാബിയിൽ മാത്രമല്ല, ദുബായിയുടെ പല ഭാഗങ്ങളിലും സൗദിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ചുകൊണ്ടുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല വീടുകൾക്കും ആശുപത്രികൾക്കടക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും അധികൃതർ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UAE പറയുന്നതനുസരിച്ച് 327ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ UAEയുടെ മണ്ണിലേക്ക് അയച്ചിരിക്കുന്നത്. അതിൽ 322 എണ്ണത്തോളം അവർക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി ജലാശയങ്ങളിൽ പതിച്ചു എന്നാണ് UAE കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ 209ഓളം ഡ്രോണുകളാണ് ഇറാൻ UAEയുടെ മണ്ണിലേക്ക് അയച്ചത്. അതിൽ തന്നെ 197 എണ്ണത്തോളം അവർക്ക് കൃത്യമായി തടയാൻ സാധിച്ചു. ഇങ്ങനെ തടഞ്ഞതിൽ നിന്നുണ്ടായ അപകടങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ കൃത്യമായി ജലാശയങ്ങളിലോ കടലുകളിലോ ആണ് വീണ്ടിരിക്കുന്നതെന്നും UAE വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ UAE ഗവൺമെന്റ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇത്തരത്തിൽ ഡ്രോണുകൾ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ തെറിച്ച് വീണ് പല സ്ഥലങ്ങളിലും വീഴുന്നുണ്ട്. അത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും പൊതുജനങ്ങൾ ഇങ്ങനെ സംശയാസ്പദമായി കാണുന്ന ഒരു കാര്യങ്ങളിലും തൊടുകയോ അതിന്റെ ചിത്രങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അത് ആളുകളെ വിളിച്ചുകൂട്ടി കാണിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന UAE ഗവൺമെന്റ് ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ആൾക്കാർ അത് കാണാൻ ചെല്ലുകയോ അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകാം എന്നതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇങ്ങനെ കാണുന്ന മനസ്സിലാവാത്ത വസ്തുക്കളുടെയോ അല്ലെങ്കിൽ ഡ്രോണിന്റെ തന്നെ മറ്റു വിഷ്വൽസ് ഒക്കെ ചിത്രീകരിക്കുകയും എക്സിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ പങ്കിടുകയോ ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് കിംവദന്തികൾക്കോ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലേക്കോ നയിക്കാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UAE ഗവൺമെന്റ് ഇത്തരത്തിലുള്ളൊരു മാർഗനിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ കലുഷിതമാകുന്ന സാഹചര്യങ്ങളിൽ GCC രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഈ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഫ്ലൈറ്റുകളടക്കം ക്യാൻസൽ ആയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുമുണ്ട്. അത്തരത്തിൽ കായിക രംഗത്തും ഇത്തരത്തിലുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആക്കുന്നതുമുള്ള പ്രശ്നങ്ങൾ സജീവമായി നിലനിൽക്കുന്നുണ്ടെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. രോഹിണി, ശരി. സാന്ദ്ര എ ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. UAE-യിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യനും കൂടി ചേരുന്നുണ്ട്. ഷിൻസ്, ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യമാണോ? ദുബായ്, അബുദാബി, ബഹ്റൈൻ, ദോഹ എന്നിവിടങ്ങളിൽ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായും ഇന്നൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായിരിക്കുകയാണ്. ദുബായിലെ ഇന്റർനാഷണൽ സിറ്റി, കിസൈസ് എന്നിവിടങ്ങളിലാണ് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വലിയ ശബ്ദം കേട്ടതായി 5ഓളം വലിയ ശബ്ദം കേട്ടതായി താമസക്കാർ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ദുബായിൽ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരുന്നു. അവിടേക്കും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഹംദ് ടൗൺ, റിഫ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ വലിയ ശബ്ദവും കുലുക്കും അനുഭവപ്പെട്ടതായി പ്രവാസികൾ പറയുന്നുണ്ട്. ഈ രണ്ട് ദുബായിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ശക്തമായ പ്രതിരോധ സംവിധാനം തീർക്കാൻ ഇവിടുത്തെ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആകാശത്ത് വെച്ച് തന്നെ മിസൈലിനെയും ഡ്രോണിനെ തകർക്കാൻ ആയിട്ടുണ്ട്. ഇതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ താഴോട്ട് വീണിരിക്കുന്നത്. ഇവിടെ ആളപായങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേറ്റായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ UAE ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഈ റിമോട്ട് വർക്കിലേക്ക്, അതായത് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാൻ 3 ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്.
അപ്പോൾ എല്ലാ പ്രിക്കോഷൻസ് ഇപ്പോൾ സ്കൂളുകൾക്ക് നാളെ മുതൽ 3 ദിവസം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ യു എ എല്ലാ മുൻകരുതൽ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ യു എയുടെ ഭാഗത്ത് ഇപ്പോൾ ശക്തമായ ഒരു ആക്രമണം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ രാത്രിയിലായിരുന്നു യു എയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കെല്ലാം അബുദാബി, ദുബായ് വിമാനത്താവളം, ജബലലി പോർട്ട്, അതുപോലെ തന്നെ യു എയുടെ അഭിമാന സംഭവമായ ബുദ്ധിലർവ് ഹോട്ടൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ഏതാണ്ട് ആക്രമണം ഉണ്ടായത്. ഇനി വൈകുന്തോറും എന്താണ് സംഭവിക്കുന്ന ഒരു ആശങ്കയുണ്ട്. ഇന്നലെ രാത്രിയിലാണ് സംഭവിച്ചത്, അതിന്റെ തുടർച്ച ഇന്ന് രാത്രിയിലും സംഭവിക്കുമോ എന്ന ആൾക്കാർ ആശങ്കയിലാണ്. ഇപ്പോൾ കുറച്ച് അല്പം മിനിറ്റുകൾക്ക് മുൻപാണ് ദെഹ്റാനിലും ദുബായിലും ശക്തമായ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വലിയ ശബ്ദമാണ് കേട്ടിരിക്കുന്നത്. തുടർച്ചയായ ശബ്ദം മുഴങ്ങിയതായി പ്രവാസികൾ അല്ലെങ്കിൽ പ്രദേശവാസികൾ പറയുന്നുണ്ട്. വലിയ ശബ്ദത്തോടെയാണ് അത് ആകാശത്ത് വെച്ച് ഡ്രോണിനെയും മിസൈലിനെയും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് യു എ തകർക്കുകയായിരുന്നു. അതിന്റെ ശബ്ദമാണ് കേട്ടിരിക്കുന്നത്. കുലുക്കം, ബിൽഡിങ്ങുകൾക്ക് കുലുക്കം അനുഭവപ്പെട്ട പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ആശങ്ക നിറഞ്ഞ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ അബുദാബിയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളൊന്നായി എത്തിഹാദ് ടവറിന് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനെയും യു എ പ്രതിരോധ സേന പ്രതിരോധിച്ചിരുന്നു. അവിടെ ഈ പ്രതിരോധ സേന പ്രതിരോധിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു കുട്ടിക്കും ഒരു അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. നിസ്സാരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം ഈ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം കുറച്ച് ഇടവേള വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രോഹിണി.